തീരമണൽ എന്നൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങളെടുത്തിട്ടുള്ള പ്രോസസ്സുകൾ, പ്രക്രിയകളിലൂടെ വന്നിട്ടുള്ളതാണ്. അതിനെ നമ്മൾ മാറ്റിമറിക്കുമ്പം ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കടലിലെ ജൈവ വ്യവസ്ഥയെക്കുറിച്ച്, കടലിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, വരും തലമുറകൾക്കൂടെ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം നമ്മളിതിന് നാശം വരുത്തിയാൽ, ഇവരുടെ ഉപജീവനത്തിന് നാശം വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, ഇവരുടെ ജീവിതകാലവും ഇത് വരുന്ന തലമുറയെ അനുഭവിക്കേണ്ടതാണ്. അവരുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട ആ തരത്തിൽ നമ്മളിവരെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണേണ്ടത്. ലാൻഡിലാണേലും അങ്ങനെ തന്നെയാണ്. ലാൻഡ് ഫോംസിൻ്റെ തുടർച്ചയാണത്. ആ തുടർച്ചയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആവാസ വ്യവസ്ഥകളുടെ തുടർച്ചയാണ്. അതൊന്നുകൂടി പ്രബലമാണ് കടലിൽ. ആ ആവാസ വ്യവസ്ഥകളെന്ന് പറയുന്നത് കണ്ടിന്യൂമാണ്, തുടർച്ചയാണ്. അതിനെ ഭംഗപ്പെടുത്തുകയാണ് നമ്മൾ ഈ ഓരോ ഇത് വരുമ്പോൾ. ആ ഭംഗപ്പെടുത്തുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രോസസ്സുകളെ പോലും ബാധിക്കും, കടലിൻ്റെ പ്രക്രിയകളെപ്പോലും ബാധിക്കും. ഈ പ്രദേശത്തിൻ്റെ ഇനിയും അറിയേണ്ട ഒത്തിരി കാര്യങ്ങൾ അറിയാതെയാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള കുന്നുകളില്ലാതാകുന്നത്, തണ്ണീർത്തടങ്ങളില്ലാതാകുന്നത്, തീരമില്ലാതാകുന്നത്. മണൽത്തീരം ഏതാണ്ട് നല്ലൊരു ശതമാനം നമുക്കില്ലാതായി. ഈ മണൽത്തീരം എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ്. ആ മണൽത്തീരം ഇല്ലാതാകുന്ന ഇങ്ങനെയുള്ള പോളിസികൾ, ഞാൻ പറഞ്ഞ ഇതൊക്കെ നശിക്കാനിടയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല. സംസ്ഥാന സർക്കാർ എതിർത്താൽ തന്നെ ഇത് എത്ര ശക്തമായിട്ട് എതിർക്കും, അല്ലെങ്കിൽ ആ എതിർപ്പിന് എത്ര ഇതുണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാർ തന്നെ എത്രത്തോളം നിലപാട് ഇപ്പം പറയുന്നുണ്ടെങ്കിലും, ഫിഷറീസ് മിനിസ്റ്ററൊക്കെ പറയുന്നുണ്ട്, ഇത് നമ്മുടെ തീരമേഖലയിൽ അല്ല തീരക്കടലിലെ ജൈവാവസ്ഥയെ വളരെ സാരമായിട്ട് ബാധിക്കും, അതുകൊണ്ട് ഇത് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെയൊക്കെ നയങ്ങൾ, ഇപ്പം പിന്തുടരുന്ന പല നയങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതെത്രത്തോളം ഈ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ഒരു ദീർഘകാലത്തെ സമരത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം അവരുടെ സമരം എവിടം വരെ ചെല്ലും, എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സുള്ളവരല്ല കേന്ദ്രത്തിലാണേലും കേരളത്തിലാണേലും ഉള്ളത്. ഈ നമ്മുടെ തീരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണൽ തീരം ഇല്ലാതായി. അത് നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് വന്നതാണ്. അല്ലാതെ ഇതിനെയൊന്നും ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ ആയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പറയുന്നത് ശരിയല്ലേ. നമ്മുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് നമ്മുടെ തീരത്തെ ഏതാണ്ട് 275 കിലോമീറ്റർ, 600 കിലോമീറ്റർ ഉള്ളതിൽ 275ഓളം കിലോമീറ്ററിലെ തീരം ഒന്നില്ല ഇല്ലാതായി, അല്ലെ അതിൻ്റെ വിഡ്ത്ത് വളരെ കുറഞ്ഞു. തീരക്കടലിലെ മണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മണൽ ഖനനം എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതല്ല. നമ്മുടെ തീരത്തെ മണൽ വർഷങ്ങളായിട്ട് കൊല്ലത്ത് തന്നെ ആലപ്പാട്, പൊന്മന പ്രദേശങ്ങളിലെയും ഒക്കെ മണൽ ഖനനം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചേറെയായി. അതുണ്ടാക്കിയിട്ടുള്ള പാരിസ്ഥിതികവും ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്തായിട്ട് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരുന്നത്, അതും വലിയ തോതിലുള്ള മണലാണ് വാരുന്നത്, അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മണൽ വാരൽ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. അതിവിടെ കേരള തീരത്ത് പ്രത്യേകമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുണ്ടാക്കുന്ന പലതരത്തിലുള്ള ആഘാതങ്ങൾ, അതിൻ്റെ ലാൻഡ് ഫോംസിന്, തീരത്തിന് വരുത്തുന്ന മാറ്റങ്ങൾ, തീരമേഖലയിൽ താമസിക്കുന്ന മനുഷ്യർ ഡിസ്പ്ലേസ്ഡായി പോകുന്നതിൻ്റെ ഇഷ്യൂസ്, അവർ ഞെരുക്കപ്പെടുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ തീരശോഷണത്തിൻ്റെ ഇഷ്യൂസ്, ലൈവ്ലിഹുഡിൻ്റെ ഉപജീവനത്തിൻ്റെ ഇഷ്യൂസ്, ഇങ്ങനെ പല കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതും
സർക്കാരുകളുടെ നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. ആ തീരത്തെ മണലും തീരക്കടലിലെ മണലും ഇതെല്ലാം പരസ്പരം ബന്ധിതമാണ്. ഒരു പക്ഷേ നമ്മളെ ഇതിൻ്റെയൊക്കെ ഫോർമേഷനെക്കുറിച്ച് രൂപം കൊണ്ടതിനെക്കുറിച്ച് നമ്മുടെ തീരം രൂപം കൊണ്ടതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പം നമ്മുടെ തീരം ഉണ്ടായത് തന്നെ കടൽ കയറ്റവും കടലിറക്കവും ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ നടന്നിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇപ്പം തീരക്കടലിലുള്ള മണൽ ഒരു പക്ഷേ തീരത്തിനുണ്ടായിരുന്ന മണലായിരിക്കും, അല്ല ഒരു കാലത്ത് വീണ്ടും തീരത്തോട്ട് വരേണ്ടതാണ്. അപ്പോൾ ആ മണലിനെ നമ്മൾ മാറ്റുമ്പം അത് തീരത്തെ പ്രതിഭാസങ്ങൾക്ക് ഇന്നല്ലേ നാളെ അതിനെ ബാധിക്കാവുന്നതാണ്. കാരണം ഈ മണൽ തീരമണൽ എന്നൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങളെടുത്തിട്ടുള്ള പ്രോസസ്സുകൾ പ്രക്രിയകളിലൂടെ വന്നിട്ടുള്ളതാണ്. അതിനെ നമ്മൾ മാറ്റിമറിക്കുമ്പം ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. ഇപ്പം ഈ മണൽ ഖനനത്തെക്കുറിച്ച് പറയുമ്പം തന്നെ ഇത് ബ്ലൂ എക്കോണമി നീല സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആ നയത്തിൻ്റെ ഭാഗമായിട്ട് കടലിലെ റിസോഴ്സസിനെ തീരമേഖലയിലെ റിസോഴ്സസിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിനെ നമ്മൾ എങ്ങനെ ആ പറയുന്ന വികസന മേഖലകളിലോട്ട് അല്ലെ വികസനത്തിനായിട്ട് ഉപയോഗിച്ച് നമ്മുടെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം ഉള്ളതാണല്ലോ അതിൻ്റെ ബ്ലൂ എക്കോണമി നയത്തിൻ്റെ നീല സമ്പദ് വ്യവസ്ഥ നയത്തിൻ്റെ ഒരു ലക്ഷ്യം. അതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഖനനത്തെക്കുറിച്ചുള്ള പദ്ധതികളും അത് ആസൂത്രണം ചെയ്തതും അത് ഇപ്പം നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന നടപ്പാക്കാനുള്ള പ്രോസസ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് കടലിൻ്റെ പ്രക്രിയകളുമായിട്ട് ബന്ധപ്പെട്ടാണ്, കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം കൊല്ലം പാരെന്ന് പറയുന്നൊരു വലിയ ആവാസ വ്യവസ്ഥ ഏതാണ്ട് 200-250 മീറ്റർ ആഴത്തിലുണ്ട്. വലിയൊരു ബയോഡൈവേഴ്സിറ്റി ഹബ്ബാണ്. ആ മേഖലയിലെ മത്സ്യസമ്പത്തിനെ നിയന്ത്രിക്കുന്ന അതാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരെണ്ണമാണ്. കടലിലെ ആണെങ്കിലും കരയിലെ ആണെങ്കിലും ആവാസ വ്യവസ്ഥകളും ഭൂരൂപങ്ങളെന്ന് പറയുന്ന ഒരു പ്രത്യേക ഏരിയയിൽ നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്ത് നിർത്താവുന്നതല്ലേ. അതൊരു കണ്ടിന്യൂമാണ്, തുടർച്ചയാണ്. ഇപ്പോൾ 250 സ്ക്വയർ കിലോമീറ്ററാണ് ഇപ്പോൾ ഈ 3 ബ്ലോക്കുകളിലായിട്ട് നമ്മളിവിടെ മൈൻ ചെയ്യാൻ പോകുന്നത്. ആ 250 ബ്ലോക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിൻ്റെ ആഘാതമൊന്നും. അത് ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കടലിലെ സമ്പത്തിനെക്കുറിച്ച്, കടലിലെ ജൈവ വ്യവസ്ഥയെക്കുറിച്ച്, കടലിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. ലാൻഡുമായിട്ട് നമ്മൾ നോക്കുമ്പം കരയും ഭൂമിയായിട്ട് കരയുമായിട്ട് നോക്കുമ്പോൾ കരയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളും അവിടുത്തെ ജൈവ സമ്പത്തുകൾ, അജൈവ സമ്പത്തുകൾ, ആവാസ വ്യവസ്ഥകൾ, അവിടുത്തെ പാരിസ്ഥിതിക സ്ഥിതികൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളതിൻ്റെ വെച്ച് നോക്കുമ്പം തുലവും കുറവാണ്. കടലിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ കുറവാണ്. ആ അറിവില്ലാതെ നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഒരു അത് തന്നെ ശരിയല്ലേ. ഇപ്പം ഈ ബ്ലൂ എക്കോണമി എന്ന് നമ്മൾ പറയുമ്പം ആ നീല സമ്പദ് വ്യവസ്ഥ എന്ന നയത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ മണൽ ഖനനം മാത്രമല്ല, അല്ല റിസോഴ്സസിനെ എടുത്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഓഷ്യൻ റിസോഴ്സസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. നമ്മുടെ റിസോഴ്സസിനെക്കുറിച്ചും അവിടുത്തെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അവിടുത്തെ ജൈവ സമ്പത്തിനെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും പാരിസ്ഥിതിക സ്റ്റാറ്റസിനെക്കുറിച്ചും ഒക്കെ പഠനം നടത്തണമെന്ന് ആ നയത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നടത്തിക്കൊണ്ട് വേണം ഇത് മുന്നോട്ട് പോകാനെന്നുള്ളത്. അതൊക്കെ നടത്തി അതിനെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മുന്നൊരുക്കം ഈ നയത്തിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ബ്ലൂ എക്കണോമി എന്ന ആ ഒരു പോളിസിയുടെ ആഗോള തലത്തിൽ തന്നെ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വേറൊരെണ്ണം ബ്ലൂ എക്കോണമിയുടെ ഭാഗമായിട്ടുണ്ട്. CMSP എന്ന്, കോസ്റ്റൽ മറൈൻ സ്പേഷ്യൽ പ്ലാനിംഗ് എന്ന് പറയും. CMSP അതെന്ന് പറയുന്നത് തീരമേഖലയും തീരക്കടലും നമ്മുടെ EEZ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആ മേഖലയിലും വരുന്ന അവിടെ നമുക്ക് പദ്ധതി പ്ലാൻ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ, അതിന് ഏതൊക്കെ തരത്തിലാണ് സ്പേസ് കൊടുക്കേണ്ടത്, അവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ
ഉപജീവന പ്രവർത്തനങ്ങൾക്കുള്ള മേഖലകൾ, അവരുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അവരുടെ ഉപജീവനത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു വലിയ സമൂഹമാണ്, ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട എന്നാൽ കൾച്ചറലി പ്രത്യേക ഐഡൻറ്റിറ്റി ഉള്ള ഒരു സമൂഹമാണ്. അവരുടെ നിലനിൽപ്പിനെയും അവരുടെ അവരുടെ ഉപജീവനത്തെയൊക്കെ ബാധിക്കുന്ന ഒരിതാണ്. അവരുടെ മാത്രമല്ല, അവരുടെ വരുന്ന തലമുറയുടെയും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പൻസേഷനെ കുറിച്ച് വല്ല നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇവരുടെ മാത്രമല്ല, ഇവരുടെ ഇപ്പോൾ 1 വർഷത്തെയോ അല്ല 2 വർഷത്തെയോ 5 വർഷത്തെയോ അല്ല, ഇവരുടെ ജീവിതകാലവും വരും തലമുറകളുടെയും കൂടെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പം ആ തരത്തിൽ അവരുടെ സംരംഭം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ അവരതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ആ ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പൊതുബോധത്തിൽ ഇത് വന്ന് പൊതുബോധത്തിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലേ ഇതൊക്കെ സർക്കാരുകളുടെ നയം മാറുള്ളൂ, അല്ലെ മാറില്ല. പിന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് കൊല്ലം, തിരുവനന്തപുരം. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൊല്ലം എന്ന് പറയുമ്പോൾ ഞാൻ നീണ്ടകര വരെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ട്, ആലപ്പാടൊക്കെ ഉണ്ട്. ആലപ്പാടം, പന്മനയൊക്കെ അവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് ആൾക്കാരെല്ലാം അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയിലോട്ട് വന്നേ. അല്ലെങ്കിൽ അതുമൊക്കെ ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടിയ സ്ഥലങ്ങളാണ്. അവിടെ നിന്നൊക്കെ ആൾക്കാരെ അവർക്ക് ജീവിക്കാൻ മേലാത്തതുകൊണ്ട് മാറിപ്പോകുന്ന ഒരവസ്ഥയിലോട്ട്. അപ്പോൾ ഇങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട്. അവരെല്ലാം തീരക്കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സമൂഹവും ആ തരത്തിലുള്ള ചില ആവാസ വ്യവസ്ഥകളും, ഈ തീരം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, മണൽ തീരം എന്ന് പറയുന്നത്, അത് ഇവരുടെ മാത്രമല്ല നമ്മുടെയൊക്കെ ഒരു അസറ്റാണ്, പൊതുസമൂഹത്തിൻ്റെ അസറ്റാണ്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. അവർക്കാണ് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ഒരു പൈതൃകമാണ്, അത് പൈതൃക സ്വത്താണ്. അതാണ് ഇല്ലാതാകുന്നത്. ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പോലും പൊതുസമൂഹം പോലും അത് മറന്നു പോവുകയാണ്. ഈ തീരം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു പൊതു സ്വത്താണെന്നുള്ളത് അവർ മറന്നു പോവുകയാണ്. തീരക്കടൽ എന്ന് പറയുന്നതും തീരം എന്നൊക്കെ പറയുന്ന പരസ്പര ബന്ധിതമാണ്. ആ മണലും ഈ മണലും എല്ലാം ഒരേ മണലാണ്. കൺസ്ട്രക്ഷൻ ഗ്രേഡ് മണൽ എന്നാണ് പറയുന്നത്. ആ എടുത്തു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഗ്രേഡ് മണലാണ് കിട്ടുന്നത്. നമ്മുടെ തീരത്തെ മണലിൻ്റെ അതേ സ്വഭാവമുള്ള മണലാണത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പരസ്പര ബന്ധിതവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു കാലത്ത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. അതൊക്കെ ഇല്ലാതാകുക. സുസ്ഥിരം എന്ന് നമ്മൾ പറയുന്നതല്ല, സുസ്ഥിര വികസനമോ അല്ല സുസ്ഥിര നയങ്ങളോ നമുക്കില്ലേ. അപ്പോൾ ആ ബയോഡൈവേഴ്സിറ്റി ഹബ്ബുകളെ അതിൻ്റെ നിലനിൽപ്പ് എത്ര വേണം, അതിന് എത്രത്തോളം ഏരിയ വേണം, അവരുപയോഗിക്കുന്ന ഏരിയ, ഇനി ഭാവിയിൽ അവരുപയോഗിക്കാൻ പോകുന്ന ഏരിയ. ഫിഷറീസിൽ തന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് വരുന്ന ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വരുമ്പം ഉണ്ടാകാവുന്ന അപ്പോൾ അതിനു വേണ്ടിയുള്ള ബഫർ സോണുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് CMSP ആ സ്പേഷ്യൽ പ്ലാൻ ഉണ്ടാക്കണമെന്നാണ്, പരിപാലന പദ്ധതി പോലുള്ളത് ഉണ്ടാക്കണമെന്നുള്ളത് ഈ നയത്തിൻ്റെ ഒരു ഘടകമാണ്. അതുണ്ടാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഏതൊക്കെ ഭാഗത്ത് ഇതൊക്കെ ചെയ്യാമെന്നുള്ളൊരു, ഇപ്പം റിസോഴ്സ് ഉള്ളിടത്തെല്ലാം നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനിപ്പം ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വികസനം നടക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ അത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാവിയിൽ അവരുടെ വരുന്ന ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, വരും തലമുറകൾക്കൂടെ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം നമ്മളിതിന് നാശം വരുത്തിയാൽ, ഇവരുടെ ഉപജീവനത്തിന് നാശം വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, ഇവരുടെ ജീവിതകാലം ഇത് വരുന്ന തലമുറയെ അനുഭവിക്കേണ്ടതാണ്. അവരുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട ആ തരത്തിൽ നമ്മളിവരെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണേണ്ടത്. ഇത് നടത്തുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതിനകത്ത് അന്തർലീനമായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ ഡാറ്റ ജനറേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരശേഖരണം എന്ന് പറയുന്നതും ഈ നയത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതൊക്കെ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുണ്ട് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റ് അത് വേണമെന്ന്, അല്ല അത് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ തന്നെ അത് സ്വയം പര്യാപ്തമാക്കണമെന്നുള്ളതുണ്ട്. പക്ഷെ അതൊന്നും വരാതെ തന്നെ നമ്മളിത് തുടങ്ങുകയാണ്. ആ മുന്നൊരുക്കങ്ങൾ, ഇതിനു വേണ്ടി ഒരു നടപടിക്രമം കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. SOP എന്നൊക്കെ നമ്മൾ പറയുന്ന അത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് ഇതിനു വേണ്ടി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാനുള്ള ആലോചന പോലും ആയിട്ടില്ല. അപ്പം അതിനു മുമ്പ് നമ്മൾ എടുത്തു ചാടി ഇങ്ങനെയുള്ള ഒരെണ്ണം ചെയ്യുന്നത്, ഇതിൻ്റെ വരുംപരായികൾ എന്താണെന്നുള്ള മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്നത്, അതങ്ങനെയല്ല. ഈ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പം മത്സ്യത്തൊഴിലാളി അടിത്തട്ടിലെ ജൈവ സാന്നിധ്യങ്ങളുണ്ട്, അടിത്തട്ടിലെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യമുണ്ട്. ഇതൊക്കെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്.
അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ലേ. അത് നശിക്കും അല്ലെ, അത് എത്രയുണ്ട്, അതിനെ എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്, അത് സംരക്ഷിക്കാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇപ്പം നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന അല്ലെ ഓപ്ഷന് വേണ്ടി വെച്ചിരിക്കുന്ന മേഖലയെന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന മേഖലയാണ്. തീരത്തുനിന്ന് കൂടി വന്നാൽ 30-35 കിലോമീറ്റർ മാറിയതുള്ളേ. അപ്പം ആ മേഖലയെ നേരിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 250 സ്ക്വയർ കിലോമീറ്ററാണ് ഇപ്പം ഏകദേശം അത്രയാണ് അവരുടെ ഉള്ളത്. അത് ഒരു വലിയ ഏരിയയാണ്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു തുടർച്ചയാണ്. നമുക്ക് മീൻ ഇവിടം വരെ വരാവൂ, അല്ല അതിൻ്റെ ജൈവവൈവിധ്യം ഇവിടം കൊണ്ട് നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുകയുണ്ടോ? അത് ലാൻഡിലാണേലും അങ്ങനെ തന്നെയാണ്. ലാൻഡ് ഫോംസിൻ്റെ തുടർച്ചയാണത്. ആ തുടർച്ചയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇല്ലാതാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആവാസ വ്യവസ്ഥകളുടെ തുടർച്ചയാണ്. അതൊന്നുകൂടി പ്രബലമാണ് കടലിൽ. ആ ആവാസ വ്യവസ്ഥകളെന്ന് പറയുന്നത് കണ്ടിന്യൂമാണ്, തുടർച്ചയാണ്. അതിനെ ഭംഗപ്പെടുത്തുകയാണ് നമ്മൾ ഈ ഓരോ ഇത് വരുമ്പോൾ. ആ ഭംഗപ്പെടുത്തുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രോസസ്സുകളെ പോലും ബാധിക്കും. കടലിൻ്റെ പ്രക്രിയകളെപ്പോലും ബാധിക്കും. ആ പ്രക്രിയകളെ ബാധിക്കുമ്പം അത് ലോങ് ടേം ആയിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഈ മണൽ എന്ന് പറയുന്നത് തീരത്തുനിന്ന് ഒരു കാലത്ത് വന്നതോ അല്ല തീരത്തിന് ഒരു കാലത്ത് തിരിച്ചു ചെല്ലേണ്ടതാണ്. നമ്മളൊരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ എടുക്കുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പരിഗണിക്കാതെ, ഇതിനടിസ്ഥാനപരമായിട്ട് നടത്തേണ്ട പഠനങ്ങൾ നടത്താതെ, അതിനകത്ത് പാരിസ്ഥിതിക ആഘാത പഠനങ്ങളും ഒക്കെ വരും. അതൊക്കെ അതിൻ്റെ ഇപ്പം ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് വരുമല്ലോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ക്ലിയറൻസ് കൊടുക്കേണ്ട ഒരു പ്രോസസ്സ്, അനുമതി കൊടുക്കേണ്ട പ്രോസസ്സ് എന്താണ്, ഇതൊന്നും ഇതുവരെ ഒരു രൂപത്തിൽ വന്നിട്ടില്ല. അത് വരാതെ ഈ പ്രദേശത്തിൻ്റെ ഇനിയും അറിയേണ്ട ഒത്തിരി കാര്യങ്ങൾ അറിയാതെയാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലൂ എക്കോണമി നയത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാവുള്ളൂ. പക്ഷേ ഈ റിസോഴ്സ് നമ്മൾ വളരെ നേരത്തെ കണ്ടെത്തിയതാണ്. GSI നടത്തിയ പഠനങ്ങൾ 2000-ൻ്റെ ആദ്യ പകുതിയിൽ തന്നെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അവർ ഈ റിസോഴ്സ് കണ്ടെത്തിയിട്ടുള്ളതാണ്. അവരിപ്പോഴും കൂടുതൽ പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ട്, ഇത് വേറെ കേരളത്തിൻ്റെ പല മേഖലകളിലും, ഇപ്പം പൊന്നാനിയിലാണെങ്കിലും ചാവക്കാടാണേലും പല സ്ഥലങ്ങളിൽ അവർ റിസോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം കണ്ടെത്തിയ റിസോഴ്സസിൻ്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ ഈ കൊല്ലത്തെ ഇതെന്ന് പറയുന്നത്. ആ റിസോഴ്സ് കണ്ടെത്തിയിട്ട് ഒത്തിരി നാൾ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. ഗുജറാത്തിലെ 3 ലൈം മഡ് ഏരിയാസ് 3 ബ്ലോക്കുണ്ട്. ആൻഡമാൻസിലെ പോളിമെറ്റാലിക് നോഡ്യൂൾസ്, മാംഗനീസ് നോഡ്യൂൾസ് നമ്മൾ പറയുന്നത്, അത് ക്രിട്ടിക്കൽ എലമെൻറ്റ്സ്, നമ്മുടെ കാഡ്മിയം, നിക്കൽ പോലുള്ള എലമെൻറ്റ്സിന് അത് നമുക്കില്ലാത്തൊരു സാധനമാണ്. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ചൈനയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള ഒരെണ്ണമാണ് അത്. പക്ഷേ ആഴക്കടലിലാണ്. ഇങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെയുള്ളൊരു മുന്നൊരുക്കം ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തിട്ടില്ലേ. അത് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ നടത്താവുന്നതാണോ, ഇവിടെ നടത്താവുന്നതാണോ, അതോ ഇതിനനുയോജ്യമായ സ്ഥലമാണോ ഇത്, അല്ല വേറെ ഇത്. അപ്പോൾ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കാനുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ലേ. അത് നടത്തിയിട്ട് വേണം നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ. ഇത് നടപ്പാക്കാനായിട്ടുള്ളൊരു മുന്നോട്ടുള്ള പോക്കാണല്ലോ. കേന്ദ്ര ഗവൺമെൻറ് ആണേലും സംസ്ഥാന സർക്കാരാണേലും പാരിസ്ഥിതികമായിട്ട് നമ്മളിപ്പം പറയുന്ന വികസനവും നടത്തുന്ന വികസനമൊക്കെ പാരിസ്ഥിതികമായിട്ട് എത്രത്തോളം നിലനിൽക്കുന്നതാണ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വാതോരാതെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് സംശയകരമാണല്ലോ. അത് ഏത് സർക്കാരാണേലും ഇത് പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാലത്തിന് വന്ന മാറ്റമോ എന്തോ, ആ തരത്തിലെ ഗവൺമെൻറ്റുകളുടെ സർക്കാരുകളുടെ പോളിസി നയങ്ങൾ ആ രീതിയിലായി. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ ചുറ്റുമുള്ള കുന്നുകളില്ലാതാകുന്നത്, തണ്ണീർത്തടങ്ങളില്ലാതാകുന്നത്, തീരമില്ലാതാകുന്നത്. മണൽത്തീരം ഏതാണ്ട് നല്ലൊരു ശതമാനം നമുക്കില്ലാതായി. ഈ മണൽത്തീരം എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ്. ആ മണൽത്തീരം ഇല്ലാതാകുന്ന ഇങ്ങനെയുള്ള പോളിസികൾ, ഞാൻ പറഞ്ഞ ഇതൊക്കെ നശിക്കാനിടയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെല്ലാം ഇതുപോലെയാണ്. ഇപ്പം സംസ്ഥാന സർക്കാർ ഇതിനെതിരായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നേരത്തെ തന്നെയുള്ള കഴിഞ്ഞ മേഴ്സിക്കുട്ടിയമ്മയുടെ കാലത്ത് ഇതിനെതിരായിട്ട് നല്ല
നിലപാടുകൾ എടുക്കുകയുണ്ടായി. ഇതൊക്കെ ഉണ്ടായേ. പക്ഷേ ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. പരിസ്ഥിതി ആഘാത പഠനം ഒരു പക്ഷേ ഇത് കഴിഞ്ഞ് നടക്കുമായിരിക്കും. അപ്പം ഓരോ ഇത് കാരണം ഓരോ ഇതിനു വേണ്ടി തീർച്ചയായിട്ടും അതുണ്ടാകും. പക്ഷേ ഇതിൻ്റെ മുന്നൊരുക്കമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല പഠനങ്ങൾ CMSP, കോസ്റ്റൽ മറൈൻ സ്പേഷ്യൽ പ്ലാനിങ്, ഇപ്പം സംസ്ഥാന സർക്കാർ എതിർത്താൽ തന്നെ അത് എത്ര ശക്തമായിട്ട് എതിർക്കും, അല്ലെങ്കിൽ ആ എതിർപ്പിന് എത്ര ഇതുണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാർ തന്നെ എത്രത്തോളം നിലപാട് ഇപ്പം പറയുന്നുണ്ടെങ്കിലും ഫിഷറീസ് മിനിസ്റ്ററൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മുടെ തീര മേഖലയിൽ അല്ല തീരക്കടലിലെ ജൈവാവസ്ഥയെ വളരെ സാരമായിട്ട് ബാധിക്കും, അതുകൊണ്ട് ഇത് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെയൊക്കെ നയങ്ങൾ ഇപ്പം പിന്തുടരുന്ന പല നയങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഈ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ഒരു ദീർഘകാലത്തെ സമരത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം അവരുടെ സമരം എവിടം വരെ ചെല്ലും, എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സുള്ളവരല്ല കേന്ദ്രത്തിലാണേലും കേരളത്തിലാണേലും ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മളീ പറയുന്നത് എത്രത്തോളം ഇതിനെ ഇത് അല്ലെങ്കിൽ ആ പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളും പഠനങ്ങളും നടത്തിയിട്ട് ഇതിവിടെ പറ്റിയ സ്ഥലമാണ്, ഇവിടെ ചെയ്യാം, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതിവിടെ പറ്റിയതല്ല. നമ്മൾ ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഇതും വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഇത് ചെയ്യുന്നത് പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ മാത്രമല്ല ജൈവ ആവാസ വ്യവസ്ഥ തന്നെ, കടലിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ സാരമായി ബാധിക്കുന്ന അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ മണലിൻ്റെ തീരത്തേക്കിനി വരാനുള്ള അതിൻ്റെ സാധ്യത പോലും ഇല്ലാതാക്കുന്നതാണ്. അതിനെ സമ്പുഷ്ടമാക്കാനായിട്ടുള്ളൊരു ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് ആശാസ്യമല്ല. പിന്നെ നമ്മളിതാ പഠനം നടത്തിയിട്ടാണ് നമ്മളതിനെക്കുറിച്ചൊരു ഒരു ഒരു തീരുമാനം, ശരിയായ ഒരു തീരുമാനം എടുക്കേണ്ട. അങ്ങനെയാണ് ആ ഒരു ഇത് പഠനം നടത്താനായിട്ടുള്ളൊരു അത് ഈ നയത്തിൽ ഈ ബ്ലൂ എക്കോണമി നയത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്കും ഉണ്ട്. നമ്മുടെ അറിവും പരിമിതമാണ്. കാരണം അങ്ങനെ ഒരു വലിയൊരു പഠനം നടന്നിട്ടില്ല, ആവശ്യത്തിനുള്ളൊരു പഠനം നടത്തുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് നമുക്കൊക്കെ ഉണ്ട്. ഈ നമ്മുടെ തീരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണൽ തീരം ഇല്ലാതായി. അത് നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് വന്നതാണ്. അല്ലാതെ ഇതിനെയൊന്നും ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ ആയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പറയുന്നത് ശരിയല്ലേ. നമ്മുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് നമ്മുടെ തീരത്തെ ഏതാണ്ട് 275 കിലോമീറ്റർ 600 കിലോമീറ്റർ ഉള്ളതിൽ 275ഓളം കിലോമീറ്ററിലെ തീരം ഒന്നില്ല ഇല്ലാതായി, അല്ലെ അതിൻ്റെ വിഡ്ത്ത് വളരെ കുറഞ്ഞ്. അങ്ങനെ നമുക്ക് തീരമില്ലാതായ ഒരു സമയത്താണ് നമ്മുടെ ഈ കോസ്റ്റിൻ്റെ വൾണറബിലിറ്റി വളരെ കൂടി. അങ്ങനെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ തീരക്കടലിൻ്റെ പ്രക്രിയകളെ തന്നെ ഇത് മാറ്റും. അവിടെ ഉണ്ടാകുന്ന സിൽറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ അത് വേറെ ഒന്ന്. ഈ പ്രക്രിയകളെ മാറ്റും. ആ പ്രക്രിയകളെ മാറ്റുമ്പം തന്നെ അത് നമുക്ക് ഈ മറ്റ് പ്രതിഭാസങ്ങളുണ്ടാകുന്നത് അപകടകരമായ രീതിയിലോട്ട് നമ്മുടെ തീരത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ, ലോങ് ടേം ആയിട്ട് വരുന്ന മാറ്റങ്ങൾ, അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ജൈവാവസ്ഥയും നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ ബാധിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ തീരക്കടലിലെ പ്രതിഭാസങ്ങൾ, ഇപ്പോൾ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, സ്റ്റോംസും സൈക്ലോൺസും കൂടുതൽ വരുന്ന അതിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറേബ്യൻ സീ ആണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്ലൈമറ്റ് ചേഞ്ച് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൈക്ലോൺസിൻ്റെയൊക്കെ എണ്ണം, പിന്നെ SST സീ സർഫസ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുള്ള വളരെ ദുരന്തങ്ങളുണ്ട്. അതുപോലെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഇനിയും നമ്മൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൂടെ ചേർന്നിട്ടാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെ അതിനെക്കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മളിങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഇറങ്ങാൻ. തീർച്ചയായിട്ടും തീരമേഖലയിലെ പ്രക്രിയകൾക്ക് ഇതുകൊണ്ട് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അതിനെക്കുറിച്ച് പഠിച്ചേ പറയാൻ പറ്റുള്ളൂ. ആ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിലോട്ട്. ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ തീരത്തെ മണൽ തീരം ഇല്ലാതായി കഴിഞ്ഞപ്പം നമ്മുടെ വൾണറബിലിറ്റി കാലവർഷകാലത്ത് മാത്രം ഉണ്ടായിരുന്ന ഇപ്പം 365 ദിവസം ആയ ഒരവസ്ഥയിലോട്ട് നമ്മൾ മാറി. കടൽ
ഓവർ ടോപ്പിങ്, ഞാൻ ഈ പറഞ്ഞ തീരമില്ലാത്ത മേഖലകളിലൊക്കെ ഓവർ ടോപ്പിംഗ് ഒരു വലിയൊരു ആപത്തായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ കടലാക്രമണം ഇല്ലെന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പ്രക്രിയകൾക്കൊക്കെ വരുന്ന മാറ്റം അതിപ്പം നമുക്കിപ്പം കൃത്യമായിട്ടിപ്പം പറയാൻ പറ്റില്ല, ഉണ്ടാകും എന്നുള്ളതും നമ്മുടെ അനുഭവം എന്ന് പറയുന്ന ഈ പ്രക്രിയകളിൽ ഒരു മാറ്റങ്ങൾ പലപ്പോഴും അപകടകരമായ രീതിയിലോട്ടാണ് മാറുന്നതെന്നുള്ളതാണ്. അതാണ് നമ്മൾ കാണുന്നത്, അതാണ് നമ്മുടെ അനുഭവം. തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കണം നമ്മുടെ ഒരു ആശങ്ക ഇതിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സർക്കാരുകളുടെ ഇപ്പം ഇതിനു മുമ്പുള്ള സർക്കാരുകളെല്ലാം ഇത് കഴിഞ്ഞിട്ടുള്ള സർക്കാരും അതേ നയമായിരിക്കും പിന്തുടരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരും ഇവരെല്ലാം ഇപ്പം നമ്മുടെ പരിസ്ഥിതി നിയമങ്ങളെ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാരാണേലും ശരി, സംസ്ഥാന സർക്കാരാണേലും ശരി, കേന്ദ്ര സർക്കാരാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട നിയമങ്ങളെ നമ്മൾ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രകടമായിട്ട് നമുക്ക് പല നിയമങ്ങളറിയാമല്ലോ, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാമല്ലോ. അപ്പോൾ ആ ഒരു നയമാണ് ഇവരുടെ എല്ലാവരുടെയും. ആ നയം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ എങ്ങനെ, അതായത് നമ്മളെ ഏക ആരോഗ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു ആശയത്തിലോട്ട് നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മുറുകെ പിടിക്കാൻ പറ്റും. നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കേണ്ടവരാണ്. പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഒരു പാർട്ടാണ് നമ്മളെന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഏകലോകം ഏക ആരോഗ്യം എന്നുള്ള പ്രൈം മിനിസ്റ്റർ വരെ പറയുന്ന കാര്യമാണ്, നമ്മളിവിടെ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇതിലോട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ. ബ്ലൂ എക്കോണമി ആയിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്കേ പറ്റുള്ളൂ. വൻകിട വികസന പ്രവർത്തനങ്ങളാണ് അതിനകത്ത് പ്ലാൻ ചെയ്യുന്നത്. അത് കോർപ്പറേറ്റുകൾക്കല്ലാതെ പറ്റില്ലേ. അതിൽ പലതരം ടെക്നോളജി നമുക്കില്ലേ. അതുകൊണ്ട് തന്നെ വിദേശ കോർപ്പറേറ്റുകളുമായിട്ട് സഹകരിച്ച് നമുക്ക് ഈ പദ്ധതികൾ പലതും നടപ്പാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പം ടെക്നോളജി പലതും ഡെവലപ്പ് ചെയ്യാൻ നമ്മളിപ്പം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് അതിനുള്ളൊരു സജീവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമമല്ലാതെ ഇതൊന്നും ഒരു നമുക്ക് ഇംപ്ലിമെൻറ്റബിളായിട്ടുള്ള രീതിയിൽ അത് എത്തിയിട്ടില്ല. അപ്പം കോർപ്പറേറ്റുകളുടെ സഹായമില്ലാതെ നമുക്ക് ഈ നീലസമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വികസനം അത് ആ നയത്തിൽ നമ്മൾ കാണുന്ന വിചാരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടക്കില്ലേ. അപ്പം കോർപ്പറേറ്റുകളുടെ ഒരു മേഖലയായിട്ട് ഈ വിഭവങ്ങൾ അവരുടെ ഒരു മേഖലയിലോട്ട് വരുന്നതും അവരുടെ ബിസിനസ്സുകളുമായിട്ട് വൻകിട ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടായിപ്പോവും. അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളും ആഘാതങ്ങളും വളരെ ഗുരുതരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അത് സംഭവിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്.